ഛത്തീസ്ഗഡിൽ മാവോ ഭീകരരുടെ ആക്രമണം 9 ജവാന്മാർക്ക് വീരമൃത്യു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം സ്ഫോടനത്തിലൂടെ തകർന്നു. ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് സംഭവം നടന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ഭീകരർ സ്ഫോടനത്തിലൂടെ തകർത്തു. IED സ്ഫോടനമാണ് നടന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ബിജാപൂരിലെ ബദ്രെ കുത്രു റോഡിലായിരുന്നു സംഭവം നടന്നത്. ഛത്തീസ്ഗഡ് പോലീസിന്റെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ 20ഓളം അംഗങ്ങളാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. മാവോ ഭീകരർക്കെതിരായ ഓപ്പറേഷൻ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് സംഭവം നടന്നതെന്നും അതിനു നേരെ ആക്രമണം ഉണ്ടായതെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശനിയാഴ്ച വൈകിട്ട് ഛത്തീസ്ഗഡിലെ ബിസന്തർ മേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ 5 മാവോ ഭീകരരെ വധിച്ചിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിനു നേരെ ആക്രമണം ഉണ്ടായത്. അതേസമയം ഇക്കഴിഞ്ഞ ജൂലൈ മാസവും ഛത്തീസ്ഗഡിൽ മാവോവാദികൾ നടത്തിയ IED സ്ഫോടനത്തിൽ 2 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ബിജാപൂർ ജില്ലയിൽ ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ ചീഫ് കോൺസ്റ്റബിൾ ഭാരത് ലാൽ സഹു, കോൺസ്റ്റബിൾ സത്യേർ സിംഗ് എന്നിവരായിരുന്നു കൊല്ലപ്പെട്ടത്. 4 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നക്സൽ വിരുദ്ധ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയിലായിരുന്നു സ്ഫോടനം നടന്നത്. പരിക്കേറ്റ ജവാന്മാർ നിലവിൽ പ്രദേശത്തെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി റായ്പൂരിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ബിജാപൂർ, സുക്മ, ദത്തേവാഡ ജില്ലയുടെ വനമേഖലകളിൽ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ കഴിഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം നടന്നത്. ജൂൺ 23-ന് ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ മാവോവാദികൾ കുഴിച്ചിട്ട IED പൊട്ടിത്തെറിച്ചുകൊണ്ട് മലയാളി ഉൾപ്പെടെ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു വരിച്ചിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ വിഷ്ണു, ഉത്തർപ്രദേശിൽ നിന്നുള്ള ശൈലേന്ദ്ര എന്നിവരായിരുന്നു മരിച്ചത്. അതേപോലെ തന്നെ ജമ്മു കാശ്മീരിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിരുന്നു. 3 ജവാന്മാർക്ക് വീരമൃത്യു. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പൂർ ജില്ലയിലായിരുന്നു അപകടമുണ്ടായത്. സൈനിക വാഹനം റോഡിൽ നിന്ന് തെന്നി മാറി കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനം പൂർണ്ണമായും തകർന്നു. അപകട കാരണം മോശം കാലാവസ്ഥ മൂലമാണെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയതും. 3 ജവാന്മാർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുള്ളതായും വിവരം ലഭിച്ചിരുന്നു. പരിക്കേറ്റവരെ പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റവരിൽ 3 പേരുടെ നില തൃപ്തികരമാണ് എന്നും തുടർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു ലഭ്യമായ വിവരം. അപകട സ്ഥലത്ത് സുരക്ഷാ സേനയും പോലീസും എത്തി 3 പേരെയും വൈദ്യ ചികിത്സയ്ക്കായി ശ്രീനഗറിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപകട വിവരം ലഭിച്ച ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസ് അയച്ചിരുന്നു. INIയോട് സംസാരിക്കവേ മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. പരിക്കേറ്റവരിൽ 3 പേരുടെ നില തൃപ്തികരമാണ് എന്നും തുടർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണെന്നായിരുന്നു ലഭ്യമായ വിവരം. അപകട സ്ഥലത്ത് സുരക്ഷാ സേനയും പോലീസും എത്തി 3 പേരെയും വൈദ്യ ചികിത്സയ്ക്കായി ശ്രീനഗറിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തിരുന്നു. അപകട വിവരം ലഭിച്ച ഉടൻ തന്നെ ഞങ്ങൾ ആംബുലൻസ് അയച്ചിരുന്നു. ANIയോട് സംസാരിക്കവേ മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.